അപ്പോൾ നമ്മൾ ലാവ് കുവറ്റി എന്ന് പറയുന്ന ആ ബീച്ചിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫുൾ നെയിം അറിയില്ല. അതിൻ്റെ ഫുൾ പമ്പിൾ മോസ്നാ മോസസ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടുന്ന് തിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തി. അതിൻ്റെ പാർക്കിംഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പമ്പിൾ മോസസ് സർ സീവു സാഗർ റാംഗുലം ബൊട്ടാണിക്കൽ ഗാർഡൻ, അതാണ് ഈ SSR. ഓക്കെ ഓക്കെ, ഈ വണ്ടികളൊക്കെ വളരെ സ്ലോ ആണ്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി അട്രാക്ഷൻ ആണ് അല്ലേ ഈ മൗറീഷ്യസിലെ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാം. ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ കുടയൊന്നുമില്ല. ലെറ്റ്സ് സീ. ഓക്കെ, നമ്മൾ എവിടെ എത്തി കണ്ണാ? പമ്പിൾ മോസസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അപ്പോൾ പമ്പിൾ മോസസ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വരുന്ന വഴിയുടെ ആദ്യം എത്തിയപ്പോൾ അപ്പോൾ ഇത് കണ്ടോ, കിളികളിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കുറേ കിളികളിരിപ്പുണ്ട് കേട്ടോ. ഈ കിളികൾക്ക് ബന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് കഴിക്കാൻ. അപ്പോൾ ഇതിൽ ആ ഒരു മഞ്ഞക്കിളി, ഈ മഞ്ഞ വീവർ ബേർഡ് എന്നാണ് കണ്ണമ്മൻ പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന് കുറച്ച് കൂടൊക്കെ വെക്കുന്നത് നമ്മൾ അന്ന് ഒരു സൂ അല്ലായിരുന്നു, അതെന്തായിരുന്നു, നാഷണൽ പാർക്കിൽ പോയപ്പോൾ നമ്മൾ കണ്ടല്ലേ. ഓക്കെ, കസേല. ആ, ഇതിന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിംഗ് ഓഫീസ് ഇതാണ്. അപ്പോൾ ഇതിന് നമുക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ 4 ടിക്കറ്റ് വാങ്ങി. അതിൻ്റെ മാപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കാണിച്ചേ. ഓക്കെ, ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മാപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം പോകാനുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തെല്ലാം പോകണം. ഓക്കെ, ഒരാൾ ടിക്കറ്റ് മേടിച്ച് മുറിച്ച് നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് താങ്ക് യു. നമുക്ക് നോക്കാം. സോ എൻട്രൻസ് ഐ തിങ്ക് ദിസ് സൈഡ് അവന്യൂ ബേക്ക്. അതിൽ ആ മാപ്പ് നോക്കി അങ്ങ് പോയാൽ മതി. മാപ്പ് നോക്കി നമുക്ക് പതുക്കെ. ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന എങ്ങോട്ടാ പോകുന്നേ? അതിൻ്റെ ഓഫീസ് കണ്ടു. റീനെയിമിംഗ് പ്ലേറ്റ് ഇവിടെ തന്നെ. ആ, റീനെയിമിംഗ് പ്ലേറ്റ് കഴിഞ്ഞു നമ്മൾ? ഇല്ല. ഓക്കെ, ഇവിടെ the oldest botanical garden in the southern hemisphere. Welcome to the botanical garden. Sir Sivu Sagar Ramgulam Botanical Garden. Without plants, like one of the most biodiverse places in the region with some 1,000 plant species. Okay, all right. Kanna, ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ഇത് plants are vital to our future. Plants are vital for our future. കുറേ റൈറ്റിംഗ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. പിങ്ക് ലോട്ടസ് ഇവിടെ. നമുക്കിവിടെ പിങ്ക് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നിടത്താണ് പിങ്ക് ലോട്ടസ്. പക്ഷേ പിങ്ക് ഒന്നും കാണാനില്ല, അവിടെ ലോട്ടസും ഇല്ല. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെ അല്ല സംഭവം. ഇതൊക്കെ എന്തൊക്കെയോ വൃക്ഷങ്ങളാണ് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡൊക്കെ ആരുടെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇനിയുള്ള നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ.
അല്ലേ? ഇത് പറഞ്ഞില്ലേ സാർ, നെക്സ്റ്റ് ഏറ്റവും ഓൾഡസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓക്കെ ഗുഡ്. ഇവിടെ വെള്ളത്തിൽ ഡക്കൊക്കെ കിടപ്പുണ്ട്. ഡക്കാണോ? അപ്പു കണ്ടില്ലേ? അതിന്റെ കളറുണ്ടോ? എൻ്റെ കളർ കണ്ടോ? കളർ കണ്ടോ? മാസ്ക് വെച്ചിരിക്കുന്നത്. ബാ ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം വേറെ ഉണ്ടോ. Now we have to go this side. ഇതിൽ ടോട്ടോയ്സിനെ കാണാൻ വേണ്ടി പോകാം. അങ്ങോട്ട് പോകുന്നത് തന്നെ ടോട്ടോയ്സ് ഉള്ളത്. ഓക്കെ. പിന്നെ ഈ വൃക്ഷം ഇതിൻ്റെ പേരോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അർജുന ട്രീ. എൻ്റെ പേര് അർജുന ട്രീ എന്നാട്ടോ. From India. У тебя, помнишь, Альбину кафе? Альбина кафе. Как оно выглядит? Невероятно. അർജുന ട്രീ. അർജുന മരം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? അർജുന മരം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? അർജുന മരം, അർജുന ട്രീ എന്നാണ് അവർ പറയുന്നത്. അതെ, അശോകം കേട്ടിട്ടുണ്ടോ നമ്മൾ? ഓക്കെ. ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജ് പാസ് ചെയ്ത്. ഓക്കെ, ടോട്ടോയ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ടോട്ടോയ്സ് പെന്നാ. ടോട്ടോയ്സ് പെന്നില്ല അവിടെയാണ് തോന്നുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താ ഇതിനകത്തിലുണ്ട്. യെസ് യെസ്. ഡു നോട്ട് ഫീൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ടോട്ടോയ്സാണ്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഫീഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ കുറേ ദിവസമായിട്ട് ടോട്ടോസിനെ കണ്ട് നമുക്ക് ഈ സ്ഥലം പെട്ടെന്ന് കണ്ടിട്ട് പോയേക്കാം. ഓക്കെ. ഇതിനായിട്ട് വലുത് നമ്മൾ എപ്പോഴേ കണ്ടു. ഓക്കെ, ഫസ്റ്റ് കണ്ടുപോകാം. ഇനി അടുത്ത സ്ഥലം. ഓക്കെ. ആ, ഡീർസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഡീർസിനെ കാണാം. ഓക്കെ. നമ്മുടെ കൂട്ടത്തിൽ ചേച്ചി വന്നായിരുന്നു. അയ്യോ, എന്താ ഇപ്പൊ കൈ പിടിച്ചില്ലായിരുന്നു, ഇപ്പൊ താഴെ വീഴത്തില്ലായിരുന്നോ? അതുകൊണ്ടാണ് എപ്പോഴും അച്ഛൻ്റെ കൈ പിടിച്ചോ പറയും. യെസ് യെസ്, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ ആണ്, ഗുഡ് ഗേൾ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മാനിനെ കാണാം കേട്ടോ. ഇതിന് കൊമ്പുള്ളത് എന്താ? കടമാനോ? കടയല്ല, കലമാൻ. സോറി, കടമാനല്ല, കലമാൻ. കലമാനെ കാണാം. ഇത് ഗേളാണ്. ഇത് ഗേളാണ്, ഗേൾ. ആ, ഇത് ഗേൾ. ഇത് ഗേളാണ്. അതെ, കണ്ടോ? അച്ഛൻ്റെ അടുത്തേക്ക് വരും. ഇത് കണ്ടോ? നമ്മുടെ അടുത്തോട്ട് വരും. ഹലോ. അപ്പൂൻ്റെ കൈ കൊടുത്തു. ആ, നക്കട്ടെ. ആഹാ, അപ്പൂൻ്റെ കൈയൊക്കെ തൊട്ടു കേട്ടോ. അപ്പൂൻ്റെ കൈയിലൊക്കെ പിടിച്ചേ. കുഞ്ഞുണ്ട്. കുഞ്ഞിതുകൊണ്ട് താഴെ നിൽക്കുന്നു, താഴെ വെള്ളത്തിൽ. ഇത് ബ്രെഡ് കൊടുക്കുന്നേ. കുഞ്ഞല്ലേ? കുഞ്ഞ്. ബേബി. ആ, ബേബി അവിടെ ഉണ്ട്. വാ, ബേബി അപ്പുറത്ത്. ബേബി ഡിയർ ഇതുണ്ട് അവിടെ. അച്ചോ, ബേബിയെ കണ്ടിട്ട് നമ്മുടെ സെയിം ഒരു പശുക്കുട്ടിയുടെ കൂട്ടുണ്ടല്ലോ. ബേബി ഇവിടെ കയറിയിരിക്കുന്ന. ഇവിടെ ഒരു കുഞ്ഞു ബേബി ഇതേ കയറിയിരിക്കുന്നു. ബേബിക്ക് കുറച്ച് പേടിയുണ്ട്. ഇതാണ്
ഇതാണ് കലമാൻ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ആ എന്ത് കാണിച്ചേ? ഏട്ടാ എന്നെ എന്തോ കുത്തി കൊതുന്നറിയില്ല. അപ്പോൾ തന്നെ Now let's go to, നമുക്ക് ഇവിടുന്ന് റിട്ടേൺ പോകണം. ഇനി നമ്മൾ ഇത് എക്സിറ്റാണ്, എമർജൻസി എക്സിറ്റാണ് അവിടെ. ഓക്കെ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ സംഭവം നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെയും പോവാം. ഇവിടെ എന്താ ഉള്ളത് ഏട്ടാ? ഇവിടെ ഈ മോനുമെന്റോ ഇത് കണ്ടോ, ഒരാൾ എടുത്തോണ്ട് പോകും. നിങ്ങൾ തന്നെ അത് കാണട്ടെ, അച്ഛൻ വായിച്ചോ. ഒരു ചേട്ടൻ ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് പോളറ്റ് വെർജിനി മോണുമെൻറ്റ് ആണ് ഇതിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അത് എക്സിറ്റ്. അപ്പോൾ ശരിക്കും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോവാം. വാ, ഇങ്ങനെ തന്നെ പോവാം. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല കാര്യങ്ങളും. നമ്മളങ്ങനെ നടന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മെയിൻ ഗേറ്റ് എത്തി. ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ. ഈ മെയിൻ ഗേറ്റിൽ ഇവിടെ ഓഫീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓഫീസൊക്കെയാണ്, ഓഫീസ്, ഷെഡ് ഒക്കെ. ഓക്കെ, ഇതിൽ ഈ മരത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബാവോബാബ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബാവോബാബ് എന്നാണെന്ന് തോന്നുന്നു. അല്ല ഇതല്ല, സോറി, ഇതല്ല ബാവോബാബ്. ബാവോബാബ് അപ്പുറത്ത് എവിടെയാണ്? ദാറ്റ് ഈസ് അവർ, അതാണ് ബാവോബാബ്. അതിൻ്റെ വണ്ണം കണ്ടോ? ആ മരം കണ്ടോ അപ്പുച്ച? ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മെയിൻ ഗേറ്റ് കേട്ടോ. നമ്മൾ വേറൊരു എൻട്രൻസിൽ കൂടിയാണ് കടന്നു വന്നത്. ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ശ്രീ സീവുസാഗർ രാമ, ഇതാണ് പുള്ളിയുടെ പേര്. അതിൽ കൊള്ളുന്നു SSR ബൊട്ടാണിക്കൽ ഗാർഡൻ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മരം തോന്നുന്നു. വളരെ പഴക്കമുള്ള മരം. ഇതിൻ്റെ പേരിട്ടേക്കുന്നത് ബാവോബാബ് എന്നാണ്. ബാവോബാബ്. ഓക്കെ, ഇതിൻ്റെ പേര് ഇത് തന്നെ ബാവോബാബ് എന്ന് പറയുന്ന മരം ഇതാണ്. ഓക്കെ, ഇത് ട്രോപ്പിക്കൽ ആഫ്രിക്ക ആണ് ഇതിൻ്റെ ഒറിജിൻ. ബാവോബാബ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ അതിൻ്റെ ഒരു ഭാഗത്ത് ഇത്രയും പിടിക്കാനേ ഒക്കത്തുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ എന്നെപ്പോലെ ഒരു 20 ആൾ പിടിച്ചാലല്ലേ വട്ടം ഫുള്ള് കിട്ടത്തുള്ളൂ. സോ 10 പറ്റത്തില്ല, 20 ആൾക്കാർ. അപ്പനെ പോലെ ആണെങ്കിൽ ഒരു 50 ആൾക്കാർ വേണ്ടി വരും. അപ്പോൾ ഇതാണ് ബാവോബാബ്. സോ ഇതിൻ്റെ പേരെന്താ? ഇതിനുള്ളിൽ പോണ്ട് ഡസ് എന്താ സംതിങ് പറഞ്ഞു പോയാൽ പിന്നെ കിട്ടില്ല. പോണ്ട് ഡസ് സോപ്പിർസ് എന്ന് പറയുന്ന 2 ബ്രിഡ്ജുകളാണിത്. ഇതൊരു ബ്രിഡ്ജ്. ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. പറ്റിച്ചു. ഇതിൽ നല്ല വൃത്തിയിൽ നമ്മുടെ കോഴഞ്ചേരി പാലത്തിൽ നിന്ന് ഇതിനെക്കാട്ട് അടിപൊളിയായിട്ട് നല്ല വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ 2 കിലോമീറ്റർ നടന്നു, കാലിലേക്ക് കുഴ പറഞ്ഞു. ഇനി അടുത്ത സ്ഥലം തേടി പോട്ടെ. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ചെറിയ നമ്പേഴ്സാണ് ഇതൊക്കെ. പൊളിഞ്ഞ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത സ്ഥലം നോക്കട്ടെ. അച്ഛൻ, നിങ്ങൾക്ക് 2 പേർക്കും വായിച്ചാൽ മനസ്സിലാവൂല. ഇങ്ങോട്ട് അച്ഛൻ നോക്കട്ടെ.
നിങ്ങളുടെ യെസ് കാണാം. സോ നമ്മൾ ഇതിൻ്റെ അതിൽ ഇല്ല ഇച്ചിരി നേരം ചേച്ചി എടുക്കുക, റെക്കോർഡ് ചെയ്യുക. നമ്മൾ കാണാൻ വന്ന സ്ഥലത്തെത്തി. ജയൻറ്റ് വാട്ടർ ലില്ലി പോണ്ട് എന്ന് പറയുന്നത് ഇവിടാണ്. അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഈ ബോട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അവിടെ എത്തുകയാണ് നമ്മളിപ്പോൾ. ഓക്കെ, മൗറീഷ്യസിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് അല്ലേ? ആ, ഇതാണ് നമ്മൾ ശരിക്കും ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പിക്ചറൊക്കെ എടുക്കുമ്പോൾ കാണുന്നത്. നമ്മളവിടേക്ക് എത്തി. ഇതിൽ യെസ് ലില്ലീസ് നിൽക്കുന്നുണ്ടോ? ഇത് ജയൻറ്റ് ലില്ലീസാണ്, ജയൻറ്റ് ലില്ലീസ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ? വാവോ. കണ്ണമോൻ ആ ഫോട്ടോ ഇങ്ങോട്ട് വരാൻ ഞാൻ അച്ഛൻ ഉയരത്തിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ഉയരത്തിൽ നിന്ന് എടുക്കാം. ഇത്ര നേരം കണ്ണമോനായിരുന്നു ക്യാമറാമാൻ. അപ്പോൾ വീഴല്ലേ കണ്ടോ, ഇതിലെല്ലാം ആൾക്കാർ ഇതിൽ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് അപ് ടു എത്രയോ kg വരെ താങ്ങാൻ പറ്റുന്നെന്തോ പറയണ കേട്ടോ, അതിന്റെ വെയിറ്റ്. ഒരു ഇലക്കോ ആ എത്രയോ വെയിറ്റ്, അത് ഗൂഗിളിൽ ചെയ്താ കിട്ടും. ആ അതില് കാണുമല്ലോ ചിലപ്പോ. ഇത് പോണ്ട അങ്ങേ അറ്റം വരെ ഉണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. അപ്പന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ ഇതിലുള്ള ഈ ലീഫിനുള്ളിൽ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നല്ല ഡെപ്തുണ്ടാവും. ഈ വലിയൊരു പ്ലേറ്റ് പോലെയാണ്. നല്ല ഭംഗിയത്. ഇതാണ് ഇതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം. ഇതാ ലില്ലിപ്പൂവുകൾ ഇവിടെ ഉണ്ട്, ലില്ലിപ്പൂവുകളുണ്ട്. അത് പൂവ് കുറച്ച് ഇതാ ഇവിടെ ഒരു പൂവ് ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട് പൂവ്, അത് അങ്ങേ അറ്റത്തുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം വിരിയാൻ നിൽപ്പുണ്ട്. അങ്ങനെ ലില്ലികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇച്ചിരി മാറി നടക്കേ, ഇപ്പുറത്ത് നടക്കുക. ഇതാ ഇവിടെ ഒരു ലില്ലിപ്പൂവ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ജയൻറ്റ് ലില്ലീസിനെ കുറിച്ച്. ഇത് ഡിസ്കവർ ചെയ്ത് ഈ ജയൻറ്റ് ലില്ലീസിനെ കണ്ടുപിടിച്ചത് 1809 ഓക്കെ. പിന്നെ ഇതിനെ ഈ ഗാർഡനിൽ കൊണ്ടുവന്നത് 1927 കേട്ടോ. ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അടുത്ത കാഴ്ചകളോട് നമുക്ക് കാണാം. ഇതിന് എത്ര വെയിറ്റ് താ? ആ എൻ്റെ ഫോൺ അച്ചടയില്ല. ഇതിലൊക്കെ കുറേ വലിയ മരങ്ങളുണ്ട്. മരങ്ങളൊക്കെ വളരെ പ്രായമുള്ള മരങ്ങളാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിൻ്റെയൊക്കെ നല്ല കാതലായിരിക്കും, നല്ല കാതലുള്ള കണ്ണമ്മ പഠിക്കില്ലേ, വളരെ പഴക്കമുള്ള മരങ്ങളാണ് എല്ലാം. ആ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടല്ലോ ഇവിടെ. പിന്നെ കുറച്ച് സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്കൊന്നും ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുള്ള ഒരു സ്തൂപം. അതിൽ എന്താ എഴുതിയേക്കുന്നത് നമുക്ക് അവിടെ പോയെന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ പോണ്ടാണ്, ഓക്കെ. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ പ്രൊഫസർ സ്റ്റാൻലി അലക്സാണ്ടർ ഡി സ്മിത്ത് മെമ്മോറിയൽ. പുള്ളിയാരാ? ഇത് ഇൻ ദ മെമ്മറി ഓഫ് സ്റ്റാൻലി അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ മെമ്മറിക്ക് വേണ്ടി വെച്ചേക്കുന്ന. പുള്ളി 1974 മരിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചൊക്കെ. അതിന് കുറേ പ്രൊഫസറും ആരും കുറേ റിസർച്ചൊക്കെ നടത്തി ക്രിയേറ്റ് ചെയ്തൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. ഓക്കെ, ഞങ്ങളുടെ പുതിയ ഫോട്ടോഗ്രാഫർ അപ്പുവാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ആളുകളുടെ, കുറേ പ്രൊഫസർമാരുടെയൊക്കെ മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അവരുടെ പേരൊക്കെ എഴുതി. ജയൻറ്റ് ലില്ലീസ് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ
വൈറ്റ് ലോട്ടസ് ഉള്ള ഏരിയയിലേക്ക് അല്ലേ? വൈറ്റ് ലോട്ടസ് അല്ലേ? ഓക്കെ, ഇതാണ് വൈറ്റ് ലോട്ടസ്. വൈറ്റ് മാത്രമല്ല, എല്ലാ വൈറ്റ് അല്ല, എല്ലാ ലോട്ടസും ഉണ്ട്. പർപ്പിൾ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, നമ്മുടെ പിന്നെ സെയിമോ? നമ്മുടെ പർപ്പിൾ ലോട്ടസ് ഉണ്ടോ? എല്ലാം ഉണ്ട്. ഈ 3 കളറും വീട്ടിലുണ്ട്. ഓക്കെ. അടയ്ക്കാമരം കണ്ടോ? അടയ്ക്ക നിൽക്കുന്നുണ്ടോ? ഇതല്ലേ ആ, കവുങ്ങ്, ഞങ്ങൾ അങ്ങനെയാ പറയുന്നത്. ഒരു കൊക്ക് വിട്ടിരിപ്പുണ്ട് കണ്ടോ? കൊക്ക്. അപ്പോൾ കൊക്കിനെ കണ്ടിട്ടുണ്ടോ? കൊക്ക് എവിടെ? കൊക്ക് മുണ്ടിതാ ഇതാണ്ടോ പോകുന്നു. അതോ? ആ, കൊക്കാണോ? അത് കൊക്കാണോ? കൊക്ക് പോലത്തെ എന്തോ ഒരു സാധനമാണ്. മീനെ പിടിക്കാൻ വന്നിരിക്കുന്ന, കൊറേ കളേഴ്സ് ഉണ്ടല്ലേ. അത് മീനുണ്ടാവും. മീനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സാധനമാണ്. അങ്ങനെ വെക്കരുത്, ശബ്ദം വെച്ചാൽ അത് ഓടിപ്പോവും. പോയി ഓടിപ്പോയി. മാപ്പൊന്നും തരാവോ സാറേ? അപ്പു ഇവിടെ സാറേ, ഒരാൾ ഇരിപ്പുണ്ട്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടോ? അപ്പു സാറേ മാപ്പ് തരുമോ? ഒരാള് വെയില് കായന ഇരിപ്പുണ്ട്. പറന്നു പോവോ ഞാൻ വന്നാ? അതോ ഉടഞ്ഞിരിക്കുവോ? അപ്പോ ഇത് പറയോ? അച്ഛൻ ഇത് വെച്ച് തരട്ടെ, ഇത് വെച്ച് പറയാവോ? കണ്ടോ? നമ്മളിങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയാ അപ്പൂന് തോന്നുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. അച്ഛൻ ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞാൽ മതി. പോവോ? ഓക്കെ ആണോ? പോവോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നല്ല പർപ്പിൾ So we cover the white lotus area. Then നമുക്കിനി സമാധി ആര് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവര് പയ്യെ പോവാ കേട്ടോ. സന്തോഷമായോ? പോയി കാക്കട മോനാണോ? കാക്കട മോനാണോ? തലിപ്പോട്ട നമ്മൾ പോയി കണ്ട മറ്റേ അഞ്ചാടി മോനാണോ? തലിപ്പൊട്ട് കഴിഞ്ഞാണ്. വെയിറ്റ് ഉണ്ടോ? ഇനിപ്പോ അതെവിടാ? അത് ഞാൻ കണ്ടില്ല കണമനെ. തലിപ്പൊട്ട് ആ ഏരിയയിലാണ്. ആ ഏരിയയിൽ അല്ല, നമ്മൾ വന്ന ഏരിയയില. അല്ല, ഇതാ അവിടെ അവിടെ. ഇതും ഇതിന്, അതായത് ഇപ്പൊ നമ്മൾ കണ്ട സാധനം അതോടാണ്. നമ്മൾ കണ്ടു എന്ന് തോന്നുന്നു, മനസ്സിലായില്ല. ഇങ്ങനെ നിൽക്കുന്ന ഏരിയ ആണിപ്പോൾ. നമുക്ക് ശരിക്കും തലപ്പൊട്ട് ഇവിടെയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം, കുറേ പോകണം. അപ്പോൾ നടക്കത്തില്ല, വിശക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് നടക്കാം. നമുക്ക് ഇങ്ങോട്ട് പോവാം. നന്നായിട്ട് വിശക്കുന്നു അല്ലേ? പോ. അയ്യോ, ഇതിലും മുള്ളുണ്ടാവും കേട്ടാ. നോക്കിയേ, ഇത് കണ്ടോ? ഫുള്ള് മുള്ളാണ്. നമ്മൾ ഇനി നമുക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങിയാൽ ഈ റോഡ് തന്നെ പോവാം. പാവം വെയിറ്റ് ആയിരിക്കും. ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ നാടത്തിയൊരു ഫീലിംഗ് ഇല്ലേ? നമ്മുടെ പറമ്പും പാടവും. ക്യാമറാമാൻ ഞങ്ങൾ എല്ലാം കിട്ടുന്നുണ്ടോ? ക്യാമറാമാനെ പിന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? കിടുവല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അവന്യൂ ജെയിംസ് പിക്കോൺ. ക്യാമറാമാൻ ഈ കനാലിലങ്ങ് മറിഞ്ഞു വീഴല്ലോ കേട്ടോ. അതെ, അത് മതി. അമ്മച്ചു പിടിക്കട്ടെ? മതിയോ അപ്പോന് പിടിച്ചത്? കുഞ്ഞ് ഷെയ്ക്ക് ചെയ്താൽ വീഡിയോ കൊള്ളൂല്ലടാ. അമ്മയുടെ കൊടുക്ക്. അമ്മച്ചു പിടിക്കാം. എൻ്റെ പൊന്നുനാട്. അച്ഛൻ എപ്പോഴേ പഠിപ്പിക്കുക, ഇത് പഠിപ്പിക്കാം. വാ. എന്നാ വേണ്ട, വാ. അങ്ങനെ കളഞ്ഞിട്ട് വാ. വല്ല കൊക്ക വല്ലതും പിടിച്ചോണ്ട് പോട്ടെ. വാ, കൊണ്ട് പോവാം. വാ. കൊക്കല്ല, വല്ല പൂച്ച പിടിച്ചോണ്ടോ? അനാക്കൊണ്ട കണ്ടോ? അനാക്കൊണ്ട കണ്ടോ? അനാക്കൊണ്ട അനാക്കൊണ്ട. പോട്ടാ. ഞാൻ സത്യം പറയട്ടെ,
എനിക്ക് വിശക്കുന്നു. എന്താ ഇവിടെ നോക്കിയേ. സ്മൈൽ പ്ലീസ്. അയ്യോ നമ്മുടെ ചെറുതെന്തിയേ? അവര് പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോട്ടെ. അപ്പൊ നമ്മള് പോയി. ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ, കണ്ടോ? ബാക്കിൽ അങ്ങ് ദൂരെ വരുന്നുണ്ട്. ഹായ് 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 ഹായ്. അച്ഛനും മോളും കൂടി ഓടുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഓടുന്നില്ല, അച്ഛന് ദേഹം അനങ്ങാൻ വയ്യ. ആ ചെറുത് ഓടുന്നുണ്ട്. സമാധി എന്ന് പറയുന്നത് ഇവിടാണ് കേട്ടോ. സമാധി ഇവിടാണ്. ഇത് കണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ സമാധി ആവുക കേട്ടോ. വാ. ഓണാണോ? ഓണാ. ഏട്ടൻ പറയണതെല്ലാം കേൾക്കുന്നുണ്ട്. ഇത്ര നടന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ സമാധിയായി. തട്ടിപ്പോകുന്നു. ഇത് നമ്മുടെ ഒരു പ്രൈഡ് മൊമെൻ്റ് ആണ് കണ്ടോ. ഇത് ഈ പ്ലാന്റ് നട്ടേക്കുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ശ്രീമതി ദ്രൗപദി മുർമു നട്ട പ്ലാന്റാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് നട്ട. അതാണ് സമാധി. SSR സമാധി. ഇതാണ് 1956 പ്ലാന്റ് ഇട്ട. ഇത് 1956 പ്ലാന്റാണത്. ഇന്ദിരാഗാന്ധി. ഇത് ഇന്ദിരാഗാന്ധി പ്ലാന്റ് ചെയ്തതാണ് 1970. ഇന്ദിരാഗാന്ധി പ്ലാന്റ്. യെസ്, 1970 ഇന്ദിരാഗാന്ധി മിസ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്ലാന്റ് ചെയ്ത മരമാണ് കാണുന്നത് കേട്ടോ. 1970. പുള്ളിക്കാരി മരിക്കുന്നതിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാന്റ് ചെയ്ത മരമാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ചിലപ്പോൾ അപ്പുറത്ത് നമ്മുടെ നരേന്ദ്രമോദിയുടെയൊക്കെ കാണാം. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നീங்க. ഇത് ഗ്ലോബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഈ ട്രീ പ്ലാന്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ പഴയ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു ആണ്. അവർ ഇതിനെ ട്രീ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അതിവിടുത്തെ വീരസ്വാമി പിങ്കാടാവ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നിരിക്കുക ആ സമയത്ത്. പുള്ളിക്കാരനും നമ്മുടെ നരസിംഹറാവു നമ്മുടെ പ്രൈം മിനിസ്റ്ററും കൂടെ ചേർന്ന് ചെയ്തതാണ്. ഇത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 1988 വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ പ്ലാന്റ് ചെയ്ത ഒരു മരമാണ് കാണുന്നത്. മൻമോഹൻ സിംഗ്. പിന്നീട് ഒട്ടുമുക്കാലും പ്രഗത്ഭരായ ആൾക്കാർ എല്ലാം വന്ന് പ്ലാന്റ് ചെയ്ത ഒരു ഏരിയയാണിത്. ഇത് പ്രിൻസസ് അലക്സാൻഡ്ര 1969 പ്ലാന്റ് ചെയ്തതാണ്. ഓക്കെ, നൗ ദിസ് ഈസ് 2005 നമ്മുടെ മൻമോഹൻ സിംഗ് പ്ലാന്റ് ചെയ്ത മരമാണ്. അപ്പോൾ അത് ഒരു പക്ഷെങ്കിൽ ആ മരം പോയിട്ടുണ്ടാവും. പക്ഷേ അതിനെ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്തവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പം നട്ടത് ഈ ഭാഗത്തായിരിക്കണം. ബാക്കിയുള്ള മരങ്ങളൊക്കെ പോയി. അപ്പോൾ മൻമോഹൻ സിംഗ് 2005 പ്ലാന്റ് ചെയ്തതാണത്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റ് നെൽസൺ മണ്ടേല പ്ലാന്റ് ചെയ്ത ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റാണിത്. ഓക്കെ, നട്ടു വളർത്തിയതാണ്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ജനറൽ
പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് സിംബാബ്വെ ഉണ്ട്. ഇത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി 1998 വെച്ച മരമാണ്. ഇത് നമ്മുടെ നാട്ടിൽ അരണമരമാണെന്നാണ് പറയുന്നത്. അത് അശോക ട്രീ. ഇത് അടൽ ബിഹാരി വാജ്പേയി വെച്ചതാണ്. പിന്നെയുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവർ റിപ്പബ്ലിക് ഓഫ് ചൈന, ഇന്ത്യയിൽ നിന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ദേവഗൗഡ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 1997 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ദേവഗൗഡ വെച്ച ഒരു മരമാണിത്. ഓക്കെ. പിന്നെയുള്ളത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് MM ജോഷി 2001 വന്നപ്പോൾ വെച്ച ഒരു മരമാണിത്. ഓക്കെ. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വന്ന് വെച്ച മരങ്ങളുണ്ട് ഇവിടെ. ഒരെണ്ണം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാണേണ്ട ഒരാളിവിടെ ഉണ്ട്. ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തും, ചെയർമാൻ ഓഫ് എമിറേറ്റ്സ്. അദ്ദേഹം 2002 വന്നപ്പോൾ വെച്ച മരമാണിത് കേട്ടോ. അപ്പോൾ UAE നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന UAE ഭാഗത്തു നിന്ന് എമിറേറ്റ്സിൻ്റെ ചെയർമാൻ പുള്ളിക്കാരൻ വെച്ച ഒരു മരമുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാം. എല്ലാവരും വിശന്ന് ഒരു പരുവായിട്ടുണ്ട്. ഇവിടെ ഏകദേശം 2:30 സമയം. നമുക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ പോവാം. അടുത്ത സ്ഥലത്തോട്ട് പോയി നമുക്ക് എക്സിറ്റിലേക്ക് നോക്കി പോവാം. ഞങ്ങളങ്ങനെ ഗ്രാൻഡ് ബെയിലെ ബസാറിലെത്തി. ഓക്കെ. ഇതാണ് ഗ്രാൻഡ് ബസാർ. അപ്പോൾ ഇതിൻ്റെ അകത്തിലുള്ള കുറച്ച് കടകളാണ് ഈ ഗ്രാൻഡ് ബസാറിനുള്ളിലുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ കടക്കകത്ത് ഇപ്പോൾ ഓരോന്നോരോന്ന് സാധനം എടുക്കുന്നുണ്ട്. എല്ലാം മെയിൻലി ഡ്രസ്സാണുള്ളത്. എല്ലാം ഡ്രസ്സല്ലേ? നീ ചോദിച്ച അതല്ലേ ഡ്രസ്സോ? അല്ല, ഇവിടെ ഉണ്ടോ? അങ്ങനെ ചെയ്തോ? വന്ന് കണ്ടുപിടിച്ചോ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇന്നത്തെ ഫുഡ് നമ്മൾ ഹോട്ടലാക്കാൻ തീരുമാനിച്ചല്ലേ. ഹോട്ടലാണ്. കാരണം ഇവിടെ സാഗ ഡാൻസ് ഉണ്ട്. സാഗ ഡാൻസ് ഞങ്ങൾ കാണാൻ ഇവിടെ കണ്ണമതൊക്കെ കഴിക്കുന്നത്. ഒലിവ്, ചപ്പാത്തി, ചിക്കൻ. ഇഷ്ടപ്പെട്ടു? കഴിച്ച് മതിയായി കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സാഗ ഡാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടെ കാണാം. ബീഫ് കൊള്ളാം അല്ലേ?
Merci beaucoup, thank you very much, merci bien. Mesdames, Mesdemoiselles et Messieurs, bon appétit, bonsoir et bienvenue à ce spectacle de Sega de notre hôtel Domaine de Grand-B. Un grand plaisir à vous offrir ce soir. Les musiciens, les danseuses, moi-même, nous sommes tous heureux d'être des vôtres et nous vous souhaitons de passer un moment agréable en notre compagnie. Ladies and gentlemen, good evening. Welcome to Motion Folk Song Folk Dance Sega. Musicians, dancers, myself, we're all glad to be your entertainers and wish you to spend a nice moment in our company. Guten Abend, meine Damen und Herren, willkommen zu unserer Schauspiel. Wir wünschen einen guten Moment in Birmingham. Dankeschön, merci beaucoup, thank you very much. Merci. Toi,